ഹായ് കൂട്ടുകാരി, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചിന്നുമോളെ കണ്ട് വീട്ടിലേക്ക് എത്തിയ ഗ്രേസാമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത കേട്ടോ. അവൾ തൻ്റെ ആരൊക്കെയാണെന്ന് ഗ്രീസാമ്മയ്ക്ക് ഇങ്ങനെ തോന്നാണ്. മാമച്ചനോട് ഈ കാര്യം പറയുന്നുണ്ട്. ആ കുഞ്ഞുമോളുടെ മുഖം മനസ്സിൽ നിന്ന് അങ്ങ് പോണില്ല. എവിടെയോ കണ്ട പോലെ നമ്മുടെ ആരൊക്കെയാണെന്ന് തോന്നാ. എൻ്റെ ഗ്രേസാമ്മയെ, ആ പെൺകുട്ടിയുമായിട്ട് നമ്മൾക്ക് എന്ത് ബന്ധമുള്ളത്? എനിക്കറിയില്ല മാമച്ച. പക്ഷേ ആ കുട്ടികളുമായിട്ട് എനിക്കെന്തോ ആ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇത്രയും ചെറിയ ഓമനത്തമുള്ള കുഞ്ഞിനെ എങ്ങനെ അവർക്ക് ഉപേക്ഷിക്കാൻ തോന്നിയത്? ഓ, വല്ലാത്തൊരു വിധി തന്നെ അതിൻ്റേത്. രേവതിക്കുട്ടിയും അലീനയും ഒക്കെ അതുപോലെ തന്നെയല്ലേ? അത്രയും ചെറുപ്രായത്തിൽ അവരെ അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതല്ലേ? അതുപോലെ തന്നെ ആയിരിക്കും ചിന്നിക്കുട്ടിയുടെ കാര്യവും. അങ്ങനെ യാത്ര പറഞ്ഞ് അലീന വീട്ടിലേക്ക് വരുമ്പോൾ അവിടുത്തെ തന്നെ വീടാകെ അലങ്കോലാക്കി ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്ത് അവൾ പോയതിൻ്റെ കുറവൊക്കെ നന്നായിട്ട് തന്നെ അവിടെ കാണുന്നുണ്ടാവും. അവളെ കണ്ട മുത്തശ്ശിയും പറയും, മോളെ, നീ പോയതിൽ പിന്നെ എൻ്റെ അടുത്തേക്ക് ആരും വന്നു നോക്കിയതുപോലുമില്ല. നിന്നോടൊന്നും പറയണ്ട, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും. വൈജയ് ആകെ തന്നെ പെടാപ്പാട് പെട്ടു നീ ഇല്ലാത്തതിൻ്റെ പേരിൽ. നിന്നെങ്ങനെ കുറ്റപ്പെടുന്ന വൈജയ്ക്ക് പോലും ഇവിടെ ആരെയും തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല. അത്രയും അവൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നീ വന്നപ്പോഴായിരിക്കും ഒരാശ്വാസമായത്. അതേ മുത്തശ്ശി, ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി എൻ്റെ ജോലി എന്തായാലും ഇരട്ടിയായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ജോലികളെല്ലാം ഒതുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രേവതിക്കുട്ടി അവളെ വിളിക്കുന്നുണ്ട്. ചേച്ചി അവിടെ എത്തിയോ? എന്തൊക്കെയുണ്ട് അവിടുത്തെ അവസ്ഥ? അതൊന്നും പറയണ്ട. എന്നാലും ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നുക. നീ അതൊന്നും ഓർക്കേണ്ട. 2-3 ദിവസം നിൻ്റെ അടുത്ത് നിന്നപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നല്ലോ. അതെ, ചിന്നുമോളെക്കുറിച്ച് എപ്പോഴും ഗ്രേസ് ആൻറ്റി ഇങ്ങനെ പറയാണ്. ചിന്നുമോളെ കണ്ടതിന് ശേഷം വല്ലാതെ മനസ്സിലൊരു അസ്വസ്ഥത തന്നെ. അതെ, അവരുടെ സ്നേഹവും നന്മയും കൊണ്ട് അവർക്ക് തോന്നതാ ചിന്നുമോളെ നമ്മളെപ്പോലെ നല്ലൊരു അച്ഛനും അമ്മയും കിട്ടട്ടെ, എന്നാലേ അവൾക്കും നമുക്കൊരു സന്തോഷമാവുള്ളൂ. വല്ല ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവളെ കൂടെ കൂട്ടായിരുന്നു. പക്ഷേ അതിനും കഴിയാത്തൊരവസ്ഥയാണല്ലോ. അതെ, ചിന്നുമോളുടെ അച്ഛനും അമ്മയും ആരാണെങ്കിലും അത് കണ്ടെത്തണം ചേച്ചി. അതാ വേണ്ടത്. ചിന്നുമോളെ ഇത്രയും ചെറുപ്രായത്തിൽ അവരെന്തിനാ ഉപേക്ഷിച്ചത്? നമ്മുടെ അവസ്ഥയും അത് തന്നെയല്ലേ? എന്തെങ്കിലുമൊക്കെ കാരണം കാണുമ്പോളെ അതൊന്നും ആലോചിച്ച് മോൾ ടെൻഷൻ ആവേണ്ട. ചിന്നുമോളെ കാണാൻ അടുത്ത തവണ ഞാൻ വരുമ്പോൾ നമുക്ക് പോവാം എന്ന് രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടിയാണെങ്കിലോ ആ ഒരു സമയത്ത് തന്നെ അവിടെ ജോജോ ചേട്ടൻ്റെ റൂമിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. 2-3 ദിവസം എൻ്റെ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മറന്നു പോയതല്ല കേട്ടോ. മനഃപൂർവ്വം ഇങ്ങോട്ട് വരാതിരുന്നതാണ്. ചേച്ചിക്ക് രോമൻ ചേട്ടനെ കാണുന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ചേച്ചി കണ്ടല്ലോ. എന്നാലും ഒരു പരിഭവം കാണുമെന്ന് എനിക്കറിയാം. അങ്ങനെ ആ ഒരു ഫോൺ എടുത്ത് ഓൺ ചെയ്യുന്നത് കേട്ടോ. അതിൽ ഇങ്ങനെ ഫോൺ ഓണായിരിക്കുന്നത് കാണുമ്പോഴാണ് രേവതിക്കുട്ടി അതെടുത്ത് നോക്കുന്നത്. അപ്പോഴാണ് ഷെറിൻ്റെയും അവൻ്റെയും ചാറ്റിംഗ് എല്ലാം കാണുമ്പോഴാണ് അവൾക്ക് ആ കാര്യം മനസ്സിലാവുന്നത്. ഷെറിൻ ഗർഭിണിയായിരുന്നു എന്ന കാര്യം ഈ ഒരു വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിരുന്നല്ലോ. ആ ഒരു സ്റ്റോറി തന്നെയാണ് കേട്ടോ. അങ്ങനെ ആ വിവരം അവർ മാമച്ചനെയും ഗ്രേസാമ്മയും അറിയിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഷെറിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. മാമച്ചൻ ഗ്രേസാമ്മയോട് പറയുന്നുണ്ട്, ഒരുപാട് പ്രതീക്ഷയൊന്നും വെക്കേണ്ട. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും അവർ നമ്മളെ അറിയിച്ചേനെ. ആ കുഞ്ഞ് ഒരിക്കലും ജീവിച്ചിരിപ്പില്ലായിരിക്കും. അല്ലെങ്കിൽ ഷെറി മറ്റൊരു വിവാഹം കഴിച്ചു പോയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് വെറുതെ മനസ്സിനെ മുറിവേൽപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇല്ല മാമച്ചയ്യ, എനിക്ക് അവിടെ വരെ പോകണം. എന്നിട്ട് അവിടെ ആ കുട്ടിയെ ഒന്ന് കാണണം. അത്രയേ ഉള്ളൂ. അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ അവിടെ എത്തിയ ഷെറിൻ്റെ അച്ഛനാട്ടോ കഥക് തുറക്കുന്നത്. മാമച്ചനെയും ഗ്രേസമ്മയും കണ്ടതും വളരെ ദേഷ്യത്തിനെ അവരോട് ചോദിക്കുക, എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അതെന്ത് ചോദ്യ? ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ഞങ്ങളുടെ മകൻ ഇവിടുത്തെ കുട്ടിയെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ നമ്മൾ ബന്ധുക്കളായിരുന്നല്ലോ. അതിന് നിങ്ങളുടെ മകൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ. അങ്ങനത്തെ ഒരു വിവാഹവും നടന്നില്ല. പിന്നെന്തിനാ? ബന്ധം പുതുക്കാനാണോ? എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഷെറിനെ ഒന്ന് കാണണം. ആ കുട്ടിയെക്കുറിച്ച് പിന്നൊരു വിവരം ഉണ്ടായില്ല. എൻ്റെ മോൻ കുറേ കാലം സ്നേഹിച്ച് ജീവനെപ്പോലെ സ്നേഹിച്ചവളല്ലേ? അവൾക്ക് എന്ത് സംഭവിച്ചെന്നോ അവളുടെ കാര്യം അറിയാനുള്ള ബാധ്യത എനിക്കുണ്ടെന്ന് പറയുന്നുണ്ട്. ഓഹോ, അങ്ങനെയാണോ? എന്നിട്ട് 2-3 വർഷമായിട്ട് നിങ്ങൾ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുക. അത് പിന്നെ ഞങ്ങളും അവൻ മരിച്ചത് പിന്നെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഷെറിന് മറ്റൊരു വിവാഹം കഴിഞ്ഞോ? അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അവളിപ്പോൾ സുഖമായിട്ട് സന്തോഷമായി ജീവിക്കുന്നു. ഇവിടുന്ന് പെട്ടെന്ന് പോവാൻ നോക്ക്. നിങ്ങളെ കാണുമ്പോൾ അവൾക്കിനി പഴയതൊക്കെ ഓർമ്മ വരും. അതിനവൾ ഇവിടെയുണ്ടോ? ഇല്ല എന്ന് അടച്ചു പറയാട്ടോ.
ആ സമയത്ത് ഈ ഒരു ശബ്ദം കേട്ടിട്ട് മുകളിലെ ജനവാതിൽ ഒരു ഭ്രാന്തിയെപ്പോലെ ഒരാൾ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടാവും. അതൊന്നും കേൾക്കാതെ രേവതി കുട്ടിയും ഗ്രേസാമ്മയും മാമച്ചനും തിരികെ നടക്കാണ്. അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് രേവതിക്കുട്ടി കാണുന്നുണ്ട് മുകളിലത്തെ നിലയിൽ ജനവാതിലൂടെ ആര് കൈകാലിട്ട് അടിക്കുന്ന പോലെ. രേവതിക്കുട്ടി ഒരു നിമിഷം നോക്കുക. പെട്ടെന്ന് ആ ജനവാതിൽ നടക്കുന്നതും അവൾ കാണാം. എന്തൊക്കെയോ ഒരു പന്തിക്കേട് രേവതിക്കുട്ടിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ ഷെറിൻ ചേച്ചിയെ പറ്റി ഒരു ദുരൂഹത അവളുടെ മനസ്സിൽ പൊതിയുന്നുണ്ട്. എന്തായിരിക്കും, ആരായിരിക്കും ജനവാതിലൂടെ തന്നെ വിളിച്ചത് എന്നൊക്കെ ഓർക്കുക. ഷെറിൻ ഒരു ഭ്രാന്താവസ്ഥയിൽ ഒരു ചങ്ങലക്കിട്ട നിലയിലായിരിക്കട്ടോ മുകളിലത്തെ റൂമിലുണ്ടാവുക. വെളിച്ചമോ ഒരാളെ കാണാനോ അവൾ താല്പര്യപ്പെടുന്നുണ്ടാവില്ല. അങ്ങനെ വേലക്കാരി വന്ന് ഷെറിൻ്റെ റൂമിൻ്റെ വാതിൽ കൊട്ടിയടക്കായിരിക്കും. അവൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്ക്, എൻ്റെ കുഞ്ഞെ ഇത് കഴിക്ക്, ഇത് കഴിക്കാതിരുന്ന നീ അങ്ങ് ഇല്ലാതായിപ്പോവും. എനിക്ക് ജീവിക്കണമെന്ന് ആരാ ചേച്ചി പറഞ്ഞത്? എനിക്ക് ജീവിക്കേണ്ട, എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞും എനിക്ക് നഷ്ടമായി. ഇനി എന്തിനു ഞാൻ ജീവിക്കുന്നത്? ജോമോൻ പോയതിന് പിന്നെ ഞാൻ എന്തിന് ഭക്ഷണം കഴിക്കണത്? അവൻ പോയ പോലെ എനിക്ക് പോയാൽ മതി. എൻ്റെ കുഞ്ഞ്, അവരെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ കുഞ്ഞിന് എന്ത് ചെയ്തെന്ന് എനിക്കറിയണം. അങ്ങനെ അലറി വിളിക്കുന്നുണ്ട് ഷെറിനെ. ആ കാര്യം ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല. അങ്ങനെ വീട്ടിലെത്തിയ മാമച്ചനും ഗ്രേസാമ്മയും പറഞ്ഞു, വെറുതെ അവിടേക്ക് പോയി നാണം കെടേണ്ടായിരുന്നു. എന്നാലും ആൻറ്റി, ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു? ഷെറിൻ ചേച്ചി ഒരിക്കലും ജോമോൻ ചേട്ടനെ ഇത്രയേറെ സ്നേഹിച്ച ഷെറിൻ ചേച്ചി ഒരിക്കലും ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ടുണ്ടാവില്ല. മറ്റൊരു ജീവിതം തേടിപ്പോയിട്ടില്ല. എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു. അവിടെ തന്നെ ഉണ്ടെന്നാ എൻ്റെ മനസ്സ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനെ അവിടേക്ക് കാണില്ലേ? കുഞ്ഞവിടെയില്ല, പക്ഷേ സെറിൻ ചേച്ചി അവിടെ തന്നെ ഉണ്ടെന്ന് തറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അലീനയെ വിളിക്കുന്നുണ്ട് രേവതിക്കുട്ടി. രേവതിക്കുട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് അലീന ആകെ സ്തംഭിച്ച് നിൽക്കാണ് കേട്ടോ. എന്തായാലും മോളെ, അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. നീ ടെൻഷൻ ആവേണ്ട. ഒരുപക്ഷെ ആ പെൺകുട്ടി വിവാഹം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇല്ല ചേച്ചി, അതെനിക്ക് ഉറപ്പാ. ജോമോൻ ചേട്ടനെ അത്രമേറെ സ്നേഹിച്ച അവൾക്കൊരിക്കലും മറ്റൊരു വിവാഹം കഴിച്ചു പോവാനാവില്ലെന്ന് തറപ്പിച്ച് രേവതിക്കുട്ടി പറയുന്നുണ്ട്. എന്തായാലും മോളി ഇതിൻ്റെ പുറകിലൊന്നും പോവേണ്ട. ആൻറ്റിക്കും അങ്കിളിനും നല്ല സമാധാനം കൊടുക്കണം. അവർ ടെൻഷൻ ആവുന്നത് നോക്കണം. അത്രയും നല്ലവരാ. നിന്നെ അത്രയേറെ സ്നേഹിക്കുന്ന അവർക്കൊരിക്കലും ഒരു ദുരന്തം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അവരുടെ പേരക്കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുക തന്നെ വേണമെന്ന് അലീന പറയുന്നുണ്ട്. വീണ്ടും അലീനയുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സമയം തന്നെ ഷെറിൻ്റെ അച്ഛൻ വന്നിട്ട് അവൾക്കരികിലേക്ക് വരുന്നുണ്ട്. മോളെ, നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം. എത്ര കാലം എന്ന് വെച്ചാൽ നീ ഇങ്ങനെ? ആ സമയം ഷെറിൻ ഒന്നും മിണ്ടാതെ വിരുദൂരയിലേക്ക് നോക്കി നിൽക്കാം. എൻ്റെ കുഞ്ഞ്, എൻ്റെ കുഞ്ഞ് എന്ന് മാത്രം അവൾ പറയുന്നത്. ആ കുഞ്ഞ് ഇനി നിനക്ക് തന്നാൽ നാട്ടുകാരെന്തു ചോദിക്കും? അവൾ ജീവിച്ചിരിപ്പില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോഴും കുഞ്ഞ് കുഞ്ഞ് എന്ന് മാത്രമാണ് ഷെറിൻ പറയുന്നത്. ആ സമയത്ത് ഷെറിൻ്റെ അമ്മ വന്നിട്ട് അവളുടെ അച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങൾക്കറിയുമെങ്കിൽ ആ കുഞ്ഞിനെ അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്ക്. ഇങ്ങനെ നിങ്ങളുടെ മകളിങ്ങനെ നിങ്ങളുടെ കൺമുമ്പിൽ ഇല്ലാതാവുന്നത് നിങ്ങൾ ഇങ്ങനെ കാണുന്നില്ലേ? ഒരു ഭ്രാന്താവസ്ഥയിൽ അവളിങ്ങനെ നടക്കുന്നത്. നിനക്കതൊക്കെ പറയാം. ഈ നാട്ടുകാരോട് ഞാൻ എന്തുത്തരം പറയും? മകൾ വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായിരുന്നോ എന്ന് ചോദിച്ചാൽ എന്ത് എൻ്റെ അഭിമാന, എനിക്ക് എല്ലാത്തിനും വലുത് എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവരവിടെ നിന്ന് പോവാണ്. ആ ഒരു സമയത്ത് അമ്മ അവൾക്കരികിലേക്ക് വന്ന്, എൻ്റെ മോള് വിഷമിക്കേണ്ട, ദൈവം എല്ലാം കാണുന്നുണ്ട്. നിന്റെ മകൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദയവായിട്ട് അത് നിന്റെ കൈകളിൽ എത്തിക്കും എന്ന് പറയുമ്പോൾ ഷെറിൻ കണ്ണീരോടുകൂടെ ജോമോൻ്റെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് ഒരു ഭ്രാന്തിയെപ്പോലെ നിലത്ത് കിടക്കാണ്. അധികം വൈകാതെ തന്നെ ഷെറിൻ്റെ കുഞ്ഞ് ചിന്നുമോളാണെന്ന് അലീനയും രേവതി കുട്ടിയും കണ്ടെത്തി കൊടുക്കുകയും അവൾക്കരികിലേക്ക് ആ കുഞ്ഞിനെ എത്തിക്കുകയും ചെയ്യുന്ന ആ നല്ലൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. മാമച്ചനും ഗ്രേസ് ആൻറ്റിയും ആ ഒരു കുഞ്ഞിനെ, ആ ഒരു ഷെറിനെയും കുഞ്ഞിനെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ജോമോൻ്റെ ഫോട്ടോ പുഞ്ചിരിക്കുന്ന പോലെ, രേവതിക്കുട്ടിയുടെ നേരെ പുഞ്ചിരിക്കുന്ന പോലെ അവൾക്ക് തോന്നുകയും ചെയ്യുന്ന നല്ലൊരു അടിപൊളി കിടിലൻ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.